തമിഴ്നാട് കണ്ട ആര് ഭരിച്ചാലും ഏത് സിനിമ നടന്മാരാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. തകർത്ത് വാരില്ലേ കയ്യിലെടുക്കാനുള്ള ഒരു ഇത്. പക്ഷെ അത് ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്, പഴയ പോലെ ഇല്ല. ജനങ്ങൾ മനസ്സിലാക്കി ആരുടെ മറ്റേ ഇപ്പൊ പെട്രോളിന് ഡീസലിന് വില കൂടി. ഓക്കെ, അപ്പോൾ തന്നെ അഭിപ്രായം പറയാം. എന്നാ ഇങ്ങനത്തെ സാഹചര്യം പോയാൽ പാവപ്പെട്ട ജനങ്ങളൊക്കെ പെട്ടുപോയില്ലേ? കാരണം എന്ന് വെച്ചാൽ സാധനങ്ങളെ വില കൂടി. അപ്പോൾ എന്തായിരിക്കും അഭിപ്രായം? നമ്മൾ പെട്രോൾ ഉപയോഗിക്കുന്നില്ല, വണ്ടിയില്ല. മക്കൾക്ക് വണ്ടിയും ഇതൊക്കെ ഒന്നുമില്ലേ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ കണ്ടുവരുന്ന കാര്യങ്ങൾ പറയാം, നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ജനങ്ങളുടെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. നമുക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഊഹിച്ചെടുക്കാനല്ലോ. എന്നാലും പറഞ്ഞോ, നമുക്ക് പറയാമല്ലോ. പറഞ്ഞോ, അഭിപ്രായം പറഞ്ഞോ. അങ്ങനെ പെട്രോൾ പറഞ്ഞപ്പോൾ ദിവസം എല്ലാ മനുഷ്യന്മാർക്കും അത്യാവശ്യമുള്ള വെള്ളം പോലെയുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും വെള്ളം ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ പെട്രോളിൻ്റെ വന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ സ്റ്റേജിലാണ് പെട്രോൾ. ആ സമയത്ത് ഇങ്ങനെ കയറി വരിക പറഞ്ഞാൽ അത് നമുക്ക് ജനത്തിന് ഭയങ്കര എന്താ പറയുക, ഒരു ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുന്നത്, അവരെ കുടുംബത്തിലേക്ക് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങോട്ടേക്കാണ് നമ്മൾ വണ്ടിയില്ലാത്ത കാലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ലെവലിൽ ജീവിച്ചു പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാവരും വിട്ടുപോയി. കാരണം ഈ ഓട്ടോക്കാരാണെങ്കിലും തന്നെ ഡ്രൈവറാണെങ്കിലും എല്ലാ മേഖലയും ഇത് പൊതുവായി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ഡിഫൈൻ ചെയ്ത് ഇതായി പറയണ പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ സെപ്പറേറ്റ് എടുത്ത് പറയുമ്പോൾ എല്ലാം തന്നെ ഒറ്റവാക്കി പറയുമ്പോൾ വെള്ളം നമുക്ക് അത്യാവശ്യമല്ലേ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. അതേപോലെ അത്യാവശ്യമുള്ള ഒരു ഐറ്റമായിട്ട് വന്നിരിക്കുക ഇപ്പോൾ പെട്രോൾ. ഇപ്പം ഇങ്ങനെ വില കയറി വരിക പറഞ്ഞാൽ മനുഷ്യജീവൻ എങ്ങനെ നിലനിൽക്കുന്നൊരു പിടുത്തമില്ല. അപ്പം ഞാൻ ചോട്ടെ, ഇപ്പം സൗജന്യ യാത്ര വരാൻ പോവല്ലോ 15-ാം തീയതി, നടപ്പിലാക്കുമോ? ഉറപ്പാണോ? അത് എത്രത്തോളം അത് പ്രോഗ്രസീവായി വരുന്നത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ഇവരെ കാര്യമാണെന്നും പറയാൻ പറ്റില്ല. കാരണം അത് കോടിക്കണക്കിനുള്ള പരിപാടിയാണ്. അതിലിപ്പോൾ ഇതൊക്കെ കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ അല്ലേ സമയം എടുക്കുമായിരിക്കും. പിന്നെ ഇവരെന്തിനീ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലായിട്ട് കൊണ്ടുവന്ന് ഇട്ടത്? ഇവര് അത് എന്താ പറയുക, അവർക്ക് അവരുടേതായിട്ടുള്ള പെട്ടെന്ന് അവർക്ക് ജനങ്ങളുടെ ഒരു കൺട്രോളിങ് കിട്ടാൻ വേണ്ടി ആയിരിക്കും അല്ലേ, ഒരു ജനങ്ങളുടെ കയ്യിലെടുക്കാനുള്ള ഒരു ഇത്. പക്ഷെ അത് ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. പക്ഷെ ചവിട്ടി താത്തൂല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ LDFന്റെ ഭരണം കയ്യിൽ നിന്ന് പോയല്ലോ. അത് കയ്യിൽ നിന്ന് പോയിട്ടാണ് പിണറായിയുടെ ഭരണ എതിർപ്പ് കൊണ്ടാണ് ജനങ്ങൾ മാറ്റിയടിച്ചത്. അപ്പോൾ UDFന്റെ കഴിവും കൊണ്ടല്ല ഈ സീറ്റ് കിട്ടിയത്. മനസ്സിലാക്കിയിട്ടാണ്, പഴയ പോലെ ഇല്ല. അടിമയല്ല ആരുടെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ജനങ്ങൾക്കത് ഒരു 100-ൽ 70% വോട്ട് പിന്നെ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയാണെങ്കിൽ ജനങ്ങളൊന്നും കൂടെ നോക്കും. 100% ആരും ചെയ്യത്തില്ല, പറഞ്ഞ് ചെയ്തില്ല. അവനവൻ്റെ പോക്കറ്റ് കിട്ടുന്ന പരിപാടി നോക്കുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞാൽ നമുക്ക് അനുഭവിച്ചിട്ടുള്ള സാധനങ്ങൾ ഒരു 70% കിട്ടുകയാണെങ്കിൽ ആ പാർട്ടി ഓക്കെയാണ് ആണല്ലേ. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ടെ, നമ്മുടെ മോഡിഫൈ വണ്ടിയുടെ കുറേ ഫിറ്റിങ്സ് അറേഞ്ച്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ വീണ്ടും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് സാക്ഷൻ ആക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം അത് അല്ല, അതിലൊന്നും നമുക്കൊന്നും വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇല്ലല്ലേ? കാരണം ഇപ്പോൾ ഓരോ ആൾക്കാർ ഏത് ഗവൺമെൻറ് ആണെങ്കിലും കാര്യങ്ങളിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് നടപ്പിലായി കഴിഞ്ഞാൽ മാത്രമേ നടപ്പിലായെന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയാ. നമുക്ക് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ ഇന്നസെന്റ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ജനങ്ങൾ ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൂട്ടിയ സാധനങ്ങളെ ഒന്ന് കുറച്ച് അല്ലേ വിട്ടുപോയിരിക്കണം. അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരെ മാത്രമല്ല, കേരളം ഒന്നടങ്ങ ജനങ്ങളുണ്ട്, പാവപ്പെട്ട ആൾക്കാരാണ് ഭൂരിപക്ഷം പേര്. ഓക്കെ, അപ്പൊ അവരെയൊക്കെ ഒന്ന് സ്വാധീനിച്ച് ഒന്ന് അല്ലെ കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അല്ലേ? അതാണ് നമ്മള് ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിൽ നമ്മൾ അടി തട്ടിയിട്ട് നോക്കണം. നമ്മളിപ്പോൾ ലിസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു ആവറേജ് ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഉൾഗ്രാമങ്ങളിൽ പോയി തികഞ്ഞെടുക്കണം മനുഷ്യന്മാർ ജീവിച്ചു പോകുന്നത്. ആ ലെവലിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൊക്കത്തോട്ട് വന്നിട്ട് അതിൻ്റെ ഓരോ തട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നമുക്ക് താഴെ കിടക്കുന്ന ആൾക്കാർ അല്പെങ്കിലും ഒരു നിവർന്ന് നിൽക്കുന്ന സ്റ്റേജിൽ എത്തിക്കേണ്ടതാണ്. പിന്നെ എല്ലാ ജനങ്ങളും ഒരേപോലെ കൺട്രോൾ ചെയ്യേണ്ട സ്റ്റേജ്. അതായത് ഒരു ഡിവൈഡ് ചെയ്ത് വെക്കുക, അവരെ ഒന്ന് ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഞാനൊരു SC. അപ്പോൾ SCയിൽ ഇപ്പോൾ ബാങ്ക് മാനേജർമാർ അവന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അതേ ആനുകൂല്യങ്ങൾ അവർക്കും കിട്ടുന്നുണ്ട്. അത് മനസ്സിലായോ? അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട ആൾക്കാർ പറയുമ്പോൾ അതിൽ നിന്നും പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ഏരിയ, ഇപ്പോൾ അങ്ങനെ ഉൾഗ്രാമങ്ങൾ, ഇപ്പോൾ ഇടുക്കിയിൽ കുറേ ഉൾഗ്രാമങ്ങൾ, അതായത് പഴയ ആദിവാസി ഏരിയ പോലെ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പം ഞാൻ പാലക്കാടുകാരനാണ്. അപ്പോൾ പാലക്കാട് മലമ്പുഴൻ്റെ ആ കവറത്തി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആദിവാസി സ്റ്റൈല്. അവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരണം. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. അവരൊക്കെ അവരുടെ ആദ്യം ഒരു 25% അവർ നമ്മുടെ സ്റ്റേജിലേക്ക് വരുത്തണം. അതിനുശേഷം നമുക്ക് പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഒപ്പത്തിനൊപ്പം വരും. തീർച്ചയായിട്ടും. അപ്പം പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ കുടിയൊഴിപ്പിക്കലിൻ്റെ കേസ് അറിഞ്ഞായിരുന്നോ? നമ്മുടെ എറണാകുളത്തുണ്ടായ കുടിയൊഴിപ്പിക്കണ അറിയാമായിരുന്നു. നമ്മുടെ ഭയങ്കര സംഭവമല്ലോ അത്, അറിയാലോ, വർഷങ്ങളായിട്ട് കാണാറിയ. അപ്പം ആ നിലപാടിൽ ചാച്ചൻ്റെ ഒരു അഭിപ്രായം ആയിരിക്കും. കോടതി മുമ്പായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുവാണ്, അറിയാലോ, തടഞ്ഞു നിർത്തിയേക്കുക. അതങ്ങനെയല്ല, അതിപ്പോൾ അവർ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ജീവിച്ചു വരുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു വേണം. പാവപ്പെട്ട ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അവരതാണ് നമ്മൾ പറഞ്ഞത്, ഒരു ഒന്നിനും ഗതിയില്ലാണ്ടിരിക്കുന്ന SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ മുന്നിൽ കൊണ്ടുവരുന്ന അവരുടെ ജീവിതം അടുത്തറിയ ഒരു ചൂഷണം ചെയ്യുന്ന സ്വഭാവമല്ല കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു ഒറ്റ ഉദാഹരണം ചോദിച്ചോട്ടെ. ഈ 10 വർഷം LDF ഭരിച്ചായിരുന്നല്ലോ, അപ്പോൾ അവർക്ക് അതൊന്നും കൊടുക്കാൻ പറ്റിയാത്ത സാഹചര്യം തന്നെ ആയിരിക്കും. അതിൻ്റെ അത് വ്യക്തമായിട്ട് നമുക്ക് അവരവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ അവർക്കത് എഴുതി കൊടുത്തിരിക്കണം, എങ്കിലേ അവർ നല്ല ഭരണം കാഴ്ചവെച്ച് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവന്മാരെ ഒന്നും ചെയ്തില്ല പറഞ്ഞപ്പോൾ ഇവൻ്റെ കാലത്ത് ഈ പ്രശ്നങ്ങൾ കോടതി ഉത്തരവ് വരിക പറയുമ്പോൾ അതിന് സമയം ഉണ്ടാവും. ആ സമയത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവരാണ് കുറ്റക്കാർ എന്ന് പറയാൻ പറ്റില്ല. ഏത് പാർട്ടിക്കാരും ജനങ്ങളായിട്ട് പറ്റിക്കൽ മാത്രമുള്ള പരിപാടി. അത് പിന്നെ അങ്ങനെയല്ല. അപ്പം എൻ്റെ സംശയം അതല്ല, അവർ ഏത് ആൾക്കാരും പാർട്ടിയെ വലുതാക്കുന്നില്ല, പാർട്ടിയിലൂടെ ജനങ്ങൾ വളർത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇല്ല, പാർട്ടി ആരും വളർത്തുന്നില്ല. ഇല്ല സത്യമല്ല. UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും വേറെ ഏത് പാർട്ടി ആണെങ്കിലും പാർട്ടി ആരും അവര് നോമിനി വെച്ച് ഇവർ രക്ഷപ്പെടുക. സത്യം അതാണ് സത്യ യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്ര വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സമരം വന്നിട്ടുണ്ട്, ഇവർ ഏറ്റുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് നേരത്തെ ചെയ്ത് കൊടുത്താൽ പോരായിരുന്നു, പ്രശ്നം തീർന്നേനെ. ഇതിപ്പോൾ UDF അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അവരെ തലമണ്ടയ്ക്ക് വെച്ച് പ്രതിപക്ഷം പവർ അവർ കാണിക്കും. ഈ പ്രതിപക്ഷമായിട്ട് പിണറായി വിജയനാണ്. ഇനി വേറെ കളി മാറും ഇവിടെ, അല്ലേ? ഇനിയിപ്പോൾ ഇവർ ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കും ഇവിടെ, അല്ലേ? ചെയ്യിപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി സഖാവ് പ്രതിപക്ഷമായിട്ട് നേതാവായിട്ട് കയറിയ ചേട്ടൻ്റെ അഭിപ്രായം ആയി? അത് നല്ല അഭിപ്രായമാണ്. ആണോ? കാരണം നല്ല നേതാവേണ്ടാണോ? കാരണം അത് ആ ധാരണയുള്ളവർ തന്നെ പറഞ്ഞല്ലോ പിണറായി വേണ്ടെന്ന്. അതിനായിരിക്കും അത് ഒരാൾക്കെൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം പറയുമ്പോൾ പുള്ളിയൊക്കെ കുഴപ്പമില്ല. ഇല്ല, പുള്ളി 10 വർഷം ഭരിച്ചുകൊണ്ട് നിന്നപ്പോൾ പുള്ളി പാവങ്ങൾ ജനങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? കൂടുതൽ വികസനങ്ങളല്ലാണ്ട് സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കേസ് കെട്ടുകളാണെങ്കിൽ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ അത്രയ്ക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല. ഒന്നുമില്ല. പിന്നെ കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തിയായിട്ട് അറിയാം. അപ്പോൾ ചെറുപ്പത്തിൽ പോലെ ഇപ്പോൾ പത്രം വായന പോലെ ഡെയിലി ഇല്ല. ചില സമയങ്ങളിൽ അവർ കടകളിൽ പോകുമ്പോൾ പത്രങ്ങൾ കണ്ട വായിക്കുക, അങ്ങനെയുള്ള അവർ കറക്റ്റ് ന്യൂസുകൾ നമുക്കറിയില്ല. അപ്പോൾ അവർ കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കൊടുത്തു എന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് നമുക്ക് കിട്ടുന്നതിൻ്റെ ചെറിയ ഓഹരികൾ മാത്രമേ കിട്ടാറുള്ളൂ. തീർച്ചയായിട്ടും. ഇതിപ്പോൾ പഞ്ചായത്ത് മുഖേനാണെങ്കിലും അവിടെ ഭരിക്കുന്ന മെമ്പറുടെ അടുത്ത് നമ്മൾ വിളിച്ചു ചോദിക്കാതെ പറഞ്ഞാൽ അവന്മാരെ നമ്മൾ അറിയിക്കുന്നേ ഇല്ല. കോഴിയാണെങ്കിലും ആടാണെങ്കിലും പല കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അവിടെ മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഊമാർ അതിനിടയിലിട്ട് കൈയിട്ട് വരും. അതാണ് ഇപ്പം ഈ മുഖ്യമന്ത്രി അലോട്ട് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ താഴെ നിൽക്കണ ഓരോ ഇപ്പോൾ നമ്മളിപ്പോൾ റോഡ് മറ്റേ പുതിയ റോഡ് പരിപാടിയാണെങ്കിലും അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ കോൺട്രാക്ട്, സബ് കോൺട്രാക്ട്, അങ്ങനെ പിന്നെ കോൺട്രാക്ടർമാർ അങ്ങനെ ആയിട്ട് കൊടുത്ത് അവർക്ക് ടിപ്പ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് ഈ പണിയെടുക്കുന്ന ആൾക്കാർ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഈ പാർട്ടിയിൽ ആരും വളരില്ല, അതിലൂടെ ആൾക്കാർ വളരെ പറയില്ല. അതുപോലെ ഇപ്പോൾ നമ്മളെന്താണ്, നമ്മളെ ഏറ്റവും വേസ്റ്റാണ്. നമുക്ക് വേസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി ഇതിന് നമുക്ക് സഹായിച്ചു പറ്റ് എത്ര കോടി ചിലവാക്കി പറ്റ് അവിടെ മുകളിൽ ബില്ലും കാണിക്കും. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കട്ടെ, അല്ലേ? നടപ്പിലായി വരണം. ഇതിപ്പോൾ KSRTC എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷേ വിജയിച്ച് വരണം. നിലവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ജില്ലയിൽ ഓരോ വണ്ടി വീതം അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ. അങ്ങനെ പറഞ്ഞേക്കണേ 14 ജില്ലയിൽ ഓരോ ജില്ലയ്ക്ക് ഓരോ വണ്ടി വീതം. അതന്നെ ഒരാൾക്ക് പോകാനോ? അതപ്പോൾ ആ മുഖ്യമന്ത്രി തന്നെ പോയാൽ പോരാ, നമ്മളെന്തിനും കയറ്റുന്നത്? ഇയാളെ ഓരോ ദിവസം ഓരോ ജില്ലയിൽ പോയി കിട്ടെ. സത്യമല്ലേ? ഇതിപ്പോൾ ഏത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഒരു വീട്ടിൽ വരുന്ന വെറുതെ പണി കഴിഞ്ഞു, പിന്നെ വെറുതെ പോയി വിളിക്കേണ്ട ഇതാക്കേണ്ട കാര്യം അല്ല. പിന്നെ എന്തിനു വാഗ്ദാനം എടുത്ത് ഞാനൊരു പറയട്ടെ, ഇതിന് സംഭവം എന്ന് വെച്ചാൽ വേറെ ഉണ്ട്. ഇതിപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്താലെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓരോ വോട്ട് കിട്ടില്ലല്ലോ. പറഞ്ഞേക്ക് ഞാൻ വോട്ട് കൊടുത്തില്ല നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എനിക്കറിയുള്ളൂ. പക്ഷേ ഇതല്ലല്ലോ കാര്യം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പവർ ഉണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം.
അല്ല ഇനിയിപ്പോ ഇവരിങ്ങനെ ടെക്നിക്ക് സംഭവിക്കണമെന്ന് ഞാൻ പറയാം. വാഗ്ദാനം നടത്തി നടപ്പിലാക്കി ജനങ്ങൾ നോക്കുമ്പോ ശരിയാ വണ്ടി ഇറക്കി, പക്ഷെ എന്നാ ഫലമുള്ള അല്ല ഇപ്പൊ കുറി അടിക്കണ പോലെയാ. ഓരോ ജനങ്ങൾക്ക് കുറി അടിക്കണ പോലെ ആർക്കാന്നുള്ള സ്ഥിതിയിലായിട്ടാ വന്നിരിക്കണത് അല്ലേ? എന്തൊരു അവസ്ഥയല്ലേ. അയ്യോ സത്യം പറഞ്ഞാൽ ഈ ഇതൊക്കെ മൊത്തം പറഞ്ഞാൽ കേരളത്തിന് ദൈവത്തിൻ്റെ നാട് പറഞ്ഞ കാട്ടുകള്ളന്മാരുടെ നാടാണ്. സത്യം പറഞ്ഞാൽ ഈ ജനങ്ങളെ എങ്ങനെ പിഴിയാൻ പറ്റുമോ? തമിഴ്നാട് കണ്ട ആര് ഭരിച്ചാലും ഏത് സിനിമ നടന്മാരാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. തകർത്ത് വാരില്ലേ അവൻ ഇവിടെ കേരളത്തിൽ വരണം. കേരളം വന്നാൽ കേരളം മൊത്തം വലിച്ചിട്ട് ഇവര് UDF ആണെങ്കിലും അവന് UDF ടച്ചാണ്. വന്ന് ഇവിടെ വന്ന് ഇവന്മാരെ മൊത്തം തകർത്ത് പറയണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണം. ഞാനൊരു പാലക്കാട്ടുകാരനാ. അടിപൊളിയാക്കണം. വിജയ് വരണം. അവൻ്റെ അതേ മൈൻഡുള്ള ഏത് വ്യക്തി വന്നാലും കൊടുക്കണം. പക്ഷേ പറഞ്ഞ വാക്ക് അവ സ്പോട്ടിൽ നടത്തിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം നടത്തിക്കൊണ്ടിരിക്കും. ഓരോന്നും പിഴിഞ്ഞിട്ട് കുറച്ചിട്ട് പിന്നെ കാണിക്കാൻ വേണ്ടി എഴുതി കാണിക്കുക. ഇതിപ്പോൾ ഓരോ ജില്ലയിൽ ഒരു ബസ്. അത് അമ്മായിമ്മയ്ക്ക് പോകാനാണോ? ആരും കുറ്റം പറയുന്നില്ല. പറയുന്ന കാര്യം കറക്റ്റായി പറയാം. അതേ ഉള്ളൂ. സത്യം അറിയാം. ഓക്കെ.